ഒരു പുരാതന പുസ്തക വോയിനിച്ച് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഒരു പുസ്തകം വാങ്ങി. അതിൽ ഏകദേശം 240 പേജുകളാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു പുസ്തകത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നും അതിലെന്താണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് ആളുകൾക്ക് വായിക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ ഒരു പുസ്തകത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിൽ ഒരുപാട് ജ്യോതിഷ ചിഹ്നങ്ങളുണ്ട്, ഒരുപാട് സ്റ്റാർ മാപ്സ് ഉണ്ട്. മാത്രമല്ല ഏകദേശം 1000-ലധികം പ്ലാന്റ്സിനെ പറ്റിയിട്ടുള്ള വിശദമായിട്ടുള്ള ഡ്രോയിങ്സ് നമുക്ക് ഈ പുസ്തകത്തിൽ കാണാനായിട്ട് സാധിക്കും. പക്ഷെ ഈ 1000-ലധികം പ്ലാന്റ്സിന്റെ ഡ്രോയിങ്സ് ഇതിൽ ഉണ്ടെങ്കിലും ഇതിൽ പകുതിയിലധികം പ്ലാന്റ്സ് ഇന്ന് ഭൂമിയിൽ ഇല്ലാത്തവയാണ്. മാത്രമല്ല ഇത് ഇന്നേ വരെ ഒരാൾക്ക് പോലും ഇത് ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ വേൾഡ് വാർ 2 പ്രശസ്തമായിട്ടുള്ള എനിഗ്മ കോഡ് ബ്രേക്ക് ചെയ്തിട്ടുള്ളവർക്ക് പോലും ഈ ഒരു പുസ്തകത്തില് എന്താണ് എഴുതിയിട്ടുള്ളത് എന്ന് ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു അതിശയകരമായിട്ടുള്ള കാര്യം. മാത്രമല്ല ഈ ഒരു പുസ്തകം AI ഉപയോഗിച്ചിട്ടും ഡീകോഡ് ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട്, പക്ഷെ അതും സാധ്യമായില്ല. അപ്പൊ ഈ ഒരു പുസ്തകത്തിനെ പറ്റിയിട്ട് ആളുകൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ചിലപ്പോ ഇതൊരു ഡോക്ടറിന്റെ സീക്രട്ട് മെഡിക്കൽ ബുക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോ ഏലിയൻസിന്റെ സീക്രട്ട് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആയിരിക്കാം, അല്ലെങ്കിൽ തമാശ രൂപേണ ഏതെങ്കിലും ഒരാള് വെറുതെ ഇരുന്ന സമയത്ത് എഴുതി കൂട്ടിയ ഒരു പുസ്തകമായിരിക്കാം. പക്ഷെ എന്താണ് ഈ ഒരു പുസ്തകമെന്നോ ഇതിൽ എന്താണ് എഴുതിയിട്ടുള്ളതെന്നോ ഇന്നും ആർക്കും വായിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഈ ഒരു വോയിനിച്ച് മാനുസ്ക്രിപ്റ്റ് ഇന്നും യാലെ യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് പറയാനുള്ളത്? അതേതായാലും കമന്റിൽ പറയാം. സോ നമ്മുടെ 100 Days of Factsന്റെ അടുത്ത എപ്പിസോഡുമായിട്ട് നാളെ കാണാം. അപ്പൊ അതുവരേക്കും ബൈ ബൈ ഗൈസ്.